ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്, ബോർഡ് മുൻ അംഗം അജി കുമാർ എന്നിവരെ റിമാൻഡ് ചെയ്തു. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇവരെ 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ ഇരുവർക്കും നേരെ യുവമോർച്ച പ്രവർത്തകർ മുട്ടയെറിഞ്ഞ് പ്രതിഷേധിച്ചു. ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കി സ്വർണം പൂശാൻ കൊടുത്തുവിട്ടതിൽ പ്രശാന്തും അജികുമാറും ഗുരുതരമായി വീഴ്ച വരുത്തിയെന്നാണ് റിപ്പോർട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി എന്നിവരെ സഹായിക്കാൻ വ്യാജരേഖകൾ ചമച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ മൂന്നാമത്തെ ആളാണ് ഇന്ന് അറസ്റ്റിലായത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം കാറിൽ കൊല്ലത്തേക്ക് കൊണ്ടുപോയി. 2025 PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ പാളി അറ്റകുറ്റപ്പണിക്കും സ്വർണം പൂശുന്നതിനുമായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അയച്ചതാണ് കേസ്. PS പ്രശാന്ത്, ആ ബോർഡിലെ അംഗമായിരുന്ന അജികുമാർ എന്നിവരുടെ പങ്ക് വളരെ വ്യക്തമാണെന്നും അതിൽ നിന്ന് കൃത്യമായ തെളിവുണ്ടെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 10:40 SIT സംഘം PS പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബിലേക്ക് എത്തിച്ചു. അതിന് പിന്നാലെ 11 കൂടിയാണ് ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് അജികുമാറിനെ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുവരുന്നത്. 2025 സ്വർണം പൂശുമായി ബന്ധപ്പെട്ട് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പകരം 2019 കേസിൽ ഇരുവരെയും പ്രതികളാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. PS പ്രശാന്തും അജികുമാറും അറസ്റ്റിലായെങ്കിലും SITയുടെ അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് തൃപ്തിയില്ലാത്ത മട്ടിലുള്ള പ്രതികരണമാണ് വരുന്നത്. അത് ദേവസ്വം മന്ത്രി പരസ്യമായി ആവർത്തിക്കുകയും ചെയ്തു. ഏതായാലും ചാർജ് ഷീറ്റ് ഈ മാസം ഉണ്ടാവുന്നതാണ് നോക്കി. ഈ മാസം കണ്ടില്ലെങ്കിൽ സർക്കാരിൻ്റെ അതൃപ്തി സർക്കാർ അറിയിക്കും. സംശയമൊന്നും അക്കാര്യത്തില്ല. ഇതിങ്ങനെ എഴഞ്ഞു പോകുന്നത് വെറും കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കാൻ സർക്കാരിന് കഴിയില്ല. വൈകിട്ട് 5:00 ഇരു പ്രതികളെയും പോലീസ് ക്ലബിൽ നിന്ന് പുറത്തേക്കെത്തിച്ചു. ആ സമയത്ത് പ്രതിഷേധവുമായി യുവമോർച്ച പ്രവർത്തകർ രംഗത്തെത്തി. വാഹനത്തിന് നേരെ പ്രവർത്തകർ മുട്ടയെറിഞ്ഞു. ഇരുവരെയും വൈദ്യപരിശോധനയ്ക്കായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തങ്ങളെ കുടുക്കിയതാണെന്ന് PS പ്രശാന്ത്. രാഷ്ട്രീയ പ്രേരിതമാണ്, കുടുക്കിയതാണ്. അവിടെ നിന്ന് വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ CS മോഹിത്തിന്റെ വീട്ടിലേക്കാണ് ഇരു പ്രതികളെയും എത്തിച്ചത്. ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങൾ. അതിനൊടുവിലാണ് 13 ദിവസത്തേക്ക് ഇരുവരെയും റിമാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അതിനുശേഷം ഇരുവരെയും തിരുവനന്തപുരത്ത് ജയിലിലേക്ക് മാറ്റി. അടുത്ത ചൊവ്വാഴ്ചയായിരിക്കും ഇവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ SIT കോടതിയിൽ സമർപ്പിക്കുക. പ്രശാന്ത് കൃഷ്ണയ്ക്കൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.